നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ചുങ്കം റോഡിൽ KSEB സബ്സ്റ്റേഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ചാലക്കുടി ചായ്പൻകുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. ഗുരുവായൂർ ചുവൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദ്രുതകർമ്മസേന, പ്രത്യേക ദൌത്യസേന എന്നിവരെ ഉൾപ്പെടുത്തി റൂട്ട് മാർച്ച് നടത്തി. കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. വിശദമായ വാർത്തയിലേക്ക്. പുതുക്കാട് ചുങ്കം റോഡിൽ KSEB സബ്സ്റ്റേഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ ഹെൻഡ്രിക് റോയിക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പുതുക്കാട് നിന്ന് ചുങ്കം ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനത്തെ മറികടന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് യുവാവിന് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തിനിടയാക്കിയ ബൈക്ക് നിർത്താതെ പോയി. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ചാലക്കുടി ചായ്പൻകുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പീലാർമുഴി സ്വദേശി തെക്കോട്ട് വീട്ടിൽ 70 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വനം വകുപ്പ് ഓഫീസ് തല്ലി തകർത്തു. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധ സമരവും അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. പതിവ് പോലെ ചായക്കടയിലേക്ക് പോയതായിരുന്നു സുബ്രൻ. റബ്ബർ തോട്ടത്തിൽ നിന്നും പാഞ്ഞെത്തിയ ആന ഇയാളെ ആക്രമിക്കുകയായിരുന്നു. നിലത്തു വീണ സുബ്രന്റെ ദേഹത്ത് ആന ചവിട്ടി. നിലവിളി കേട്ട് പരിസരവാസികൾ എത്തിയപ്പോഴാണ് ഓടിപ്പോകുന്ന ആനയെ കണ്ടത്. റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്ന ഗിരീഷ് എന്ന യുവാവിനെയാണ് ആന ആദ്യം ആക്രമിക്കാൻ തുനിഞ്ഞത്. യുവാവ് മരങ്ങൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെട്ടു. തുടർന്നാണ് തൊട്ടടുത്ത കോൺക്രീറ്റ് റോഡിലേക്ക് ആന പാഞ്ഞെത്തിയതും വയോധികനെ ആക്രമിച്ചതും. ഗുരുതരമായി പരിക്കേറ്റ സുബ്രനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വനം വകുപ്പിന്റെ ഉദാസീനതയാണ് മരണത്തിന് ഇടയാക്കിയതെന്നാരോപിച്ച് നാട്ടുകാർ ചായ്പൻകുടിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പാഞ്ഞെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസിന്റെ നേതൃത്വത്തിൽ ജനക്കൂട്ടം സ്റ്റേഷനിലേക്ക് കടന്ന് സാമഗ്രികൾ തല്ലിത്തകർത്തു. വിവരമറിഞ്ഞ് ചാലക്കുടി DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഇരിങ്ങാലക്കുട RDO ഷിബു P ജോണിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടന്നു. MP ബെന്നി ബെഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മണിക്കൂറുകളോളം നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഇൻക്വസ്റ്റ് നടത്താൻ നാട്ടുകാർ സമ്മതിച്ചത്. ഗുരുവായൂർ ചുവൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുത്തമ്പള്ളി പാലഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജയാണ് മരിച്ചത്. പുത്തമ്പള്ളിയിൽ ടിപ്പർ ലോറിയും JCBയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ റോഡരികിൽ ബസ് കാത്തുനിന്നിരുന്ന ഗിരിജയാണ് JCB തട്ടി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപകടത്തിൽ ബൈക്ക് യാത്രികനും പരിക്കേറ്റു. പുത്തമ്പള്ളി വാഴപ്പിള്ളി ശരത്തിനാണ് പരിക്കേറ്റത്. ചുവൽപ്പുറം കമ്പനിപ്പടി റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. മുതുവട്ടൂർ കാജ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തുനിൽക്കുകയായിരുന്നു. ഈ സമയം കമ്പനിപ്പടി റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പുറകിലേക്കായി ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുൻവശത്തെ കൈത്തട്ടി ശരത് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ ഇരുവരെയും മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഭയന്നു പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കുന്നംകുളത്തെ ചുമട്ട് തൊഴിലാളിയായ ശരത് ജോലിക്ക് പോവുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ് ഡീസൽ റോഡിലൂടെ ഒഴുകി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി. ഇതേ തുടർന്ന് ചാവക്കാട് കുന്നംകുളം റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ പണിക്ക വീട്ടിൽ ഗഫൂറിന്റെ മതിലും തകർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദ്രുതകർമ്മസേന, പ്രത്യേക ദൌത്യസേന എന്നിവരെ ഉൾപ്പെടുത്തി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പ്രത്യേക റൂട്ട് മാർച്ച് നടത്തി. റൂറൽ ജില്ലയിലെ 5 സ്ഥലങ്ങളിൽ സമാന രീതിയിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. ഇന്നു മുതൽ ഫലപ്രഖ്യാപന ദിനമായ 13 വരെ ഒരുക്കുന്ന സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് 4000 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. റൂറൽ പോലീസ് ജില്ലയിലെ 22 സ്റ്റേഷൻ പരിധികളിലുള്ള 1634 ബൂത്തുകളിലും ജില്ലാ സംസ്ഥാന അതിർത്തികളിലും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. തിരഞ്ഞെടുത്ത 675 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ സേവനവും ഉണ്ടാകും. 10 അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും 178 പ്രശ്നബാധിത ബൂത്തുകളിലും പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസുകാരെ നിയോഗിച്ചതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ, അഡീഷണൽ SP സിനോജ് എന്നിവർ അറിയിച്ചു. കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. ചെറുതുരുത്തിയിൽ കാർ വിൽക്കാനെത്തിയ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. ആളൂർ പതിയാരത്ത് പറമ്പിൽ സജി, ചെറുതുരുത്തി കല്ലടിക്കുന്നത്ത് വീട്ടിൽ അഷറഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,925 രൂപ, പവന് 95,400 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് ചുങ്കം റോഡിൽ KSEB സബ്സ്റ്റേഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ചാലക്കുടി ചായ്പൻകുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. ഗുരുവായൂർ ചുവൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദ്രുതകർമ്മസേന, പ്രത്യേക ദൌത്യസേന എന്നിവരെ ഉൾപ്പെടുത്തി റൂട്ട് മാർച്ച് നടത്തി. കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.